കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി തുടരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് 543 ദിവസത്തെ ശമ്പളത്തിന് തുല്യമായ തുക നഷ്ടപ്പെട്ടിട്ടുണ്ട്. വിവിധ ഇനത്തിൽ, ലീവ് സറണ്ടർ ഇനത്തിൽ, ക്ഷാമബത്ത ഇനത്തിൽ. അനുവദിച്ച ക്ഷാമബത്തയുടെ കുടിശ്ശിക പൂർവ്വകാല പ്രാബല്യം നിഷേധിച്ചത് വഴി, അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം നടത്താത്തത് വഴി, ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകാത്തത് വഴി 543 ദിവസത്തെ ശമ്പളം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ശമ്പളം തിരികെ തരുന്ന പ്രഖ്യാപനം ഈ ബജറ്റിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർ ഉറ്റുനോക്കുന്നത്. അതിനുള്ള കർമ്മപരിപാടികൾ അടുത്ത സാമ്പത്തിക വർഷത്തിലും നിലവിൽ അവശേഷിക്കുന്ന 2 മാസക്കാലം കൊണ്ടും നമ്മുടെയൊക്കെ കുടിശ്ശിക തീർക്കുവാനുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഞങ്ങൾ ഉറ്റുനോക്കുന്നത്. ശമ്പള പരിഷ്കരണത്തിന് ഞങ്ങൾ അർഹരായിട്ട് 19 മാസം പിന്നിട്ടു. ഇതുവരെ അതിൻ്റെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പം നേരിട്ട് ശമ്പള പരിഷ്കരണം ഈ സർക്കാർ ബജറ്റിലൂടെ പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് ഞങ്ങൾ ഉറ്റുനോക്കുന്ന, പ്രതീക്ഷയോടുകൂടി നോക്കുന്ന ഒരു കാര്യം.